കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഈ പേപ്പറിൽ കണ്ടാണോ ഇവർ അറിയുന്നത് ഇവർക്കെതിരെ കേസെടുത്തു എന്നുള്ള കാര്യം? അപ്പൊ ഇത് ചോദിക്കാൻ വേണ്ടി ഇവർ KSB ഓഫീസ് ചെന്നു അല്ലേ? അതാണ് ഉണ്ടായത്. ഇവരറിയുന്നില്ല, ഇവരിങ്ങനെ ചെയ്തിട്ടില്ല. അന്നേരം ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ അവിടെ പോയി ചോദിക്കട്ടെ, എന്താണ് ഇങ്ങനെ ഞങ്ങൾ അവിടെ ചെയ്തതെന്നുള്ള അറിയാൻ വേണ്ടി ചെന്നപ്പോ അവിടെ കുറെ ഓഫീസർമാരുണ്ട്, അവര് ഇവരെ തല്ലാണ്. അപ്പൊ തല്ലിയും ഇടിക്കുകയും ചതിക്കുകയൊക്കെ ചെയ്ത് പിന്നെ അവരെ മോണിറ്ററോ എന്തൊക്കെ എടുത്തിട്ട് മക്കളെ ഉപദ്രവിക്കുക, പിന്നെ നെഞ്ചത്ത് കയറി നിന്ന് തല്ലിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ മക്കൾക്ക് കാര്യമായി പരിക്കോ അങ്ങനെ മറ്റെന്തെങ്കിലും ഉണ്ടോ? ദേഹത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? മക്കൾക്ക് മേല് മൊത്തം വേദന ഉണ്ട്. ചെറിയ മോന്റെ ഈ ഇടത ഭാഗം വലുത് എനിക്ക് ശരിക്കറിയില്ല, ആ ഭാഗത്ത് തലക്ക് മോണിറ്റർ കൊണ്ട് അടിച്ചിട്ട് നീർക്കെട്ടുണ്ട്. ഇന്നലെ താലൂക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു. പിന്നെ ഇനി ഇത് കൂടുകയാണെങ്കിൽ പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്ന ഇന്നലെ സാറ് പറഞ്ഞു, അവളെ കൂടെ സാറ് പറഞ്ഞേ. ഇവരിപ്പോ റിമാൻഡിലാണല്ലേ രണ്ടുപേരും? അതെ. കാണാൻ പിന്നെ അമ്മയും അച്ഛനും കണ്ടോ? ഇവരെ കണ്ടോ? സംസാരിച്ചോ? ഇന്നലെ ഞങ്ങള് സംസാരിച്ചിനി. ഞങ്ങള് സ്റ്റേഷനിൽ ചെന്ന് പിന്നെ ഓനെ ജാമ്യത്തിലിറക്കാനുള്ള പേപ്പറുകൾ ശരിയാക്കാൻ വേണ്ടി പോയി. പിന്നെ ഇവരിങ്ങനെ ചെയ്തോ അല്ലേ എന്നുള്ള നമുക്ക് അറിയണല്ലോ. അങ്ങനെ പോയി ഞങ്ങൾ നേരിൽ കണ്ട് സംസാരിച്ചപ്പോ ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങളങ്ങനെ ചെയ്യുമെന്നൊക്കെ ചോദിച്ചു. ഞങ്ങളങ്ങനെ ചെയ്യൂല. പിന്നെ ഓലെ ഫോണ് കിട്ടുകയാണെങ്കിൽ ഓലയിലുള്ള രേഖകൾ ഓലെ കയ്യിലുണ്ട്, അത് ഓൾക്ക് ഫോണ് കൊടുക്കുകയാണെങ്കിൽ ഓലെ ഫോൺ ആരുടെ കയ്യിലാണ്? ഫോണുള്ള പോലീസ് സ്റ്റേഷനിലാണ്, അതിലുണ്ട് രേഖകളെല്ലാം. അപ്പം അവര് ചെയ്ത എന്താന്നുള്ളതും എന്താ അവിടെ സംസാരിച്ചത് എന്താ ഉണ്ടായതെന്നും അവർക്ക് തെളിയിക്കാൻ കഴിയും. അവരവിടെ ഒന്നും ചെയ്തില്ല. അവര് പോന്നതിന്റെ ശേഷം അവിടുത്തെ മിഷനുകളെല്ലാം എടുത്ത് പിന്നെ തല്ലി തകർക്കി അവിടെ അങ്ങനെയുള്ള ഒരു കോലത്തിൽ ഒരു പ്രകോപനം നടന്ന രൂപത്തിൽ ആക്കിയെടുത്തതാണ്. ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഇപ്പൊ ആശുപത്രിയിലാണോ ഹോസ്പിറ്റലിലാണോ? ആശുപത്രിയിലാണ്. ശാരീരിക പ്രശ്നങ്ങളുണ്ടോ രണ്ടുപേർക്കും? ശാരീരിക പ്രശ്നം ഇന്നലെ ഇവര് കഴിഞ്ഞു വീണ് ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വന്ന മരുന്ന് കഴിക്കുന്ന ആളാണ്, ഒരു ഭാഗം തളർന്ന ആളാണ്, ഷുഗർ പ്രഷർ ഒക്കെ ഉണ്ട്. പിന്നെ മരുന്ന് ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് അവര് മരുന്ന് കഴിക്കല്. അത് അങ്ങനൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്കും നല്ല പ്രശ്നമുള്ള ആൾ തന്നെയാണ്, സുഖമില്ലാതെ തന്നെയാണ് മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളാണ്. വീട്ടിലിപ്പോ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല അല്ലേ? ഇല്ല, ഇപ്പൊ കറണ്ടും ഇല്ല. കറണ്ട് ഇല്ലാന്നെല്ലാം പോയില്ലേ, ഒന്നുമില്ല. ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ വിട്ടാൽ തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ എവിടെ നിൽക്കാന്നുള്ളത് അറിയില്ല. പിന്നെ കറണ്ടില്ല, അങ്ങോട്ട് പോയിട്ട് നമ്മളെ ഭക്ഷണങ്ങള് നമുക്കിപ്പോ വീട്ടിൽ പലതും ചെയ്യാനുണ്ട്, അത് അതിനെല്ലാം നമുക്ക് കറണ്ടാണ് ആവശ്യം. ഇപ്പൊ മക്കള് ഈ KSBയിലെ ആളുകളുമായി ഉദ്യോഗസ്ഥരുമായി പിന്നീട് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ? അവരെന്തെങ്കിലും നേരത്തെ നിങ്ങളെ വിളിച്ചിരുന്നോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നോ? ഇല്ല. നിങ്ങൾ അവരോട് കറണ്ട് വേണം എന്ന് ആവശ്യപ്പെട്ടോ? പിന്നീട് കറണ്ട് ഊരിക്കൊണ്ടുപോകുമ്പോ ഞങ്ങൾ പറഞ്ഞു ഊരിക്കൊണ്ടുപോകരുത്, പിന്നെ ഇത് വാപ്പന്റെ പേരില് അജ്മലിന്റെ പേരിലല്ല ഉള്ളത്, റസാഖ് എന്ന് പറഞ്ഞ ആളെ പേരിലാണ് ഈ കണക്ഷൻ, നിങ്ങൾ അത് ഊരിക്കൊണ്ടുപോകരുതെന്ന് ഞങ്ങൾ പറഞ്ഞത്. ഇനി മക്കൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനവിടെ നിയമ നടപടികൾ പോലും സ്വീകരിക്കുകയും ചെയ്തിരുന്നല്ലോ. അപ്പൊ നമ്മളെ കറണ്ട് നിങ്ങള് കട്ട് ചെയ്യണ്ടെന്നുള്ളൊരു ഇത് നമ്മളപ്പ തന്നെ ഓലോട് പറഞ്ഞതാണ്. കോടതി പിന്നെ ഓല് സ്വീകരിച്ചിട്ടുണ്ടല്ലോ, പരാതി പറഞ്ഞ് അതേപോലെ അംഗീകരിച്ച് ഓലെ റിമാൻഡ് ചെയ്തിട്ടല്ലേ. പിന്നെ ഇപ്പൊ നമ്മളെ കറണ്ടുമ്മലും നമ്മളെ ബുദ്ധിമുട്ടാക്കേണ്ട ആവശ്യങ്ങൾ ഓൽക്കില്ല. ബാക്കി കാര്യങ്ങളൊക്കെ കോടതിയും പോലീസൊക്കെ ആണല്ലോ തീരുമാനിക്കണ്ടേ മക്കളെ പേരിലുള്ളത്. ഞങ്ങള് രക്ഷിതാക്കളെ ഉപദ്രവിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ ഈ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് ഒക്കെ നിങ്ങൾക്ക് പിന്തുണയായി വന്നിട്ടുണ്ട്, അവര് സമരത്തിലേക്കാണെന്നാണ് പറയുന്നത്. ആ പിന്തുണ സ്വീകരിക്കുന്നുണ്ടല്ലോ അല്ലേ? അവര് നേതാക്കളൊക്കെ ബന്ധപ്പെട്ടിരുന്നോ? എന്തോ അവര് പറയുന്നേ? അവര് നമുക്ക് ഈ വന്ന ബുദ്ധിമുട്ടില് അവരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്. പിന്നെ നമ്മളെ കറണ്ട് അവിടെയൊക്കെ എത്തിക്കണവരെയുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളുമായിട്ട് സഹകരിക്കുവര്. നിയമപരമായി എന്തെങ്കിലും നടപടികൾ ആലോചിക്കുന്നുണ്ടോ? നിയമപരമായിട്ട് പിന്നെ ഈ ആദ്യത്തെ ദിവസം വന്ന ആള് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നെ പിടിച്ചു തള്ളിയും ഞാൻ നിലത്ത് വീണ് അസഭ്യം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. KSB ഉദ്യോഗസ്ഥരോ? KSB ഉദ്യോഗസ്ഥന് ആദ്യം വന്ന ഈ സംഭവത്തിന് മുമ്പ് വന്ന ആളല്ലേ? പേര്
ആളെ അറിയാമോ? ആളെ അറിയാമോ? ആളെ അറിയാം. അനന്തും പ്രശാന്തും ആണ്. കേസ് ഞാൻ ഇവിടെ തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിങ്ങനെ സംഭവിച്ചതിന് ശേഷം ഞാൻ മുക്കം ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങി പോന്നാണ്. അത് കേസ് അവിടെ മുക്കം പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. KSEB ഉദ്യോഗസ്ഥർക്കെതിരെ അല്ലേ? ആദ്യം നടന്ന സംഭവമാണ് ഇതിന്റെ തുടക്കം അല്ലേ? ആദ്യം നടന്ന സംഭവം ആദ്യത്തെ തുടക്കതാണ്. അതെന്തായിരുന്നു? ഒന്ന് പറയാമോ, ഒന്ന് വിശദീകരിക്കാമോ? അത് അവര് വീട്ടിലേക്ക് വന്നതേന്. ഇവര് രണ്ടാളും കൂടെ വന്ന് നമ്മളെ വീടിന്റെ മുൻപിൽ സോളാറിന്റെ ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് എടുത്തിട്ട് പിന്നെ ഊരിട്ട് കൈ പിടിച്ചിട്ടാണ് ഒരു വീട്ടില് വന്നത്. അന്നേരം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് അത് ചെയ്യുന്നത്, അതെന്തിനാ അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാല് അപ്പൊ ഒരു ബില്ലടച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ബില്ലടച്ചില്ല എന്നാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങള് എവിടുന്നാണ്, ഈ കറണ്ട് ഓഫീസർമാരാണെന്നൊന്നും അപ്പൊ നമുക്ക് ഇവിടെ കണ്ടാൽ തോന്നൂല, ഞങ്ങളെ കയ്യിൽ ഇങ്ങനെ ഐഡിയ ഒന്നും ഇല്ലാന്ന് ചോദിച്ചപ്പോ അതിലാണ് അവരുടെ സംസാരങ്ങള് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. നമ്മളോട് ഒരു പരുക്കത്തിലുള്ള സ്വഭാവമായി അങ്ങോട്ടും സംസാരിച്ചപ്പോഴാണ് അവൻ എന്നെ പിടിച്ചുന്തിയത്. ഉന്തിട്ട് ഞാൻ താഴെ വീണ് പിന്നെ എന്റെ എടുത്ത ഭാഗത്തെ ഈ നടുവിന് നല്ല വേദനയും നീർക്കെട്ടുണ്ട്. ഇനിയിപ്പം കുറഞ്ഞില്ലെങ്കിൽ എനിക്ക് എക്സ്റേ എടുക്കാൻ പോണം. പിന്നെ വായിന്ന് നല്ലോണം അസഭ്യം പറഞ്ഞ് തോന്നിവാസം വിളിച്ചറിയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അവർ പോയിട്ട് പിന്നെ വീട്ടിന്റെ പോസ്റ്റുമ്പോ പോയിട്ടാണ് ഫീസ് ഊരി പോണത്. നമ്മളെ മീറ്റർമെന്നല്ല. അത് ചോദിക്കാൻ വേണ്ടിയാണ് മക്കള് പോയതല്ലേ? അത് കഴിഞ്ഞ് അപ്പൊ തന്നെ അവര് ഇങ്ങനെ ബില്ല് അടച്ചില്ല എന്ന് പറഞ്ഞപ്പോ അവര് അതിനുള്ള സംവിധാനം രാത്രിയോടുകൂടി ചെയ്തിന്. പിന്നെ അത് കഴിഞ്ഞ് ഫീസ് ഇടാത്തോണ്ടാണ് പിന്നെ വിളിച്ച് കുറെ നേരം അവര് വിളിച്ചു. 12:30 വരെ, ഉച്ചക്ക് 12:30 വരെ ഫീസ് ഇട്ട് കൊടുത്തില്ല, ഫീസ് ഇട്ട് തന്നില്ലേ ഇനി. അന്നേരം വന്നപ്പോ മോന് കുറച്ച് ചൂടായി, നിങ്ങൾ ഇങ്ങനെ എന്താ ചെയ്താൽ, ഇങ്ങനെ മരുന്നും ഭക്ഷണം എല്ലാം വീട്ടിൽ ഉണ്ടേനി, ഫ്രിഡ്ജിനകത്തുള്ളതാണ് എന്നുള്ള രൂപത്തിലൊന്ന് സംസാരിച്ചതാണ്. അതിനാണ് ഇവരെ പേരിൽ കേസും കോടതിയും ഒക്കെ ആക്കിയിട്ട് പേപ്പറിൽ ന്യൂസ് വിട്ടത്. അത് ചോദിക്കാനാണ് ഇന്നലെ രാവിലെ മക്കൾ പോയത്. ഞങ്ങള് ചെയ്യാത്ത തെറ്റിന് എന്തിനാണ് ഞങ്ങളെ പേരിൽ കേസ് കൊടുത്തതെന്ന് ചോദിച്ചു. ശരി, അതാണ് സാഹചര്യം അല്ലേ? അപ്പൊ ഇനിയിപ്പം നിങ്ങളും ഈ നിയമപരമായി പോകുന്നു, മറ്റ് സമര പരിപാടികളിലേക്ക് പോകുന്നു, ഒപ്പം ഈ കറണ്ട് പുനഃസ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നുള്ളതാണ്. അതെ, കറണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മക്കള് അല്ലല്ലോ ഈ കറണ്ടിനോടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കണത് രക്ഷിതാക്കളല്ലേ. രക്ഷിതാക്കൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ കറണ്ട് KSEB ഓഫീസർമാർ ഇങ്ങനെ ചെയ്യുന്നത്? അതെ, ഇതിപ്പോ ഞങ്ങൾക്കിപ്പോ എങ്ങനെ അനുഭവിച്ചു, നാളെ പിറ്റേന്ന് ഈ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും എങ്ങനെ സംഭവിക്കൂലേ? അതാണ് ആ ഉമ്മ പറയുന്നത്. ഏതായാലും ആസാദ് മുക്കം, അമ്മ ഫോൺ ആസാദിന് കൊടുക്കാം, തിരിച്ച് മടങ്ങി കൊടുക്കാം. ഒപ്പം അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. അനീഷ്, ഇതാണ് അവർ പറയുന്നത്. കാരണം ഇപ്പോൾ ഒരു ആരോപണം